നമസ്കാരം. UrCreation RekhasKitchen ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ കുറുക്കുകാളൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കുറുക്കുകാളൻ തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് സദ്യക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കുറുക്കുകാളൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇതുപോലൊരു കുറുക്കുകാളൻ തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കേണ്ടത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം എന്ത് സദ്യ ഉണ്ടെങ്കിലും അതിൽ കുറുക്കുകാളൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ സദ്യയിലും പൊതുവായിട്ടുണ്ടാവുന്ന വിഭവങ്ങളാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുറുക്കുകാളൻ തയ്യാറാക്കാനായിട്ട് ഞാനിന്ന് ചേനയും കായും നേന്ത്രക്കായാണ് എടുത്തേക്കണത്. ഇവിടെ 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ അങ്ങനെ കട്ടിയുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. ഈ 2 എണ്ണത്തിനും നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് സാധാരണ സദ്യക്ക് ഇത് ഒരു ഉരുളിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക, അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് പതിവ്. നമുക്ക് ഓണത്തിന് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 2 എണ്ണം കുറേ സമയം വേവിച്ചെടുക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അതൊരു കുക്കർ എടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം വാറ്റിയിട്ട് വേണം ഇപ്പോൾ ഇടാൻ കേട്ടോ. പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ വെള്ളത്തിൽ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കായയ്ക്ക് നല്ല കറ ഉണ്ടാവും. അപ്പോൾ ആ കറ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും നേന്ത്രക്കായൊക്കെ നുറുക്കി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നത്. മുഴുവൻ കായയും ചേനയും ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണങ്ങളിലേക്കാളും അടിയിൽ വേണം വെള്ളം നിൽക്കാൻ. കാരണം നമ്മൾ 4 വിസിൽ കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഉണ്ടായാൽ പിന്നെയും നമ്മളത് വറ്റിച്ചെടുക്കേണ്ടി വരും. ഈ കഷ്ണത്തിൻ്റെ നേരെ താഴെയാണ് വെള്ളം നിൽക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി കുക്കർ മൂടി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങൾ വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 നാളികേരം മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. ഈ അരപ്പ് അരച്ചെടുക്കുന്നത് തീരെ തരിയില്ലാതെ നല്ല വെണ്ണ പോലെ ഇനി ആവാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണ ഘടകങ്ങളാണ് കേട്ടോ. 4 വിസിൽ വന്നിട്ട് കുക്കർ നന്നായിട്ട് തണുത്തപ്പോൾ ഞാനിതിനെ മൂടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇത് വേവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 വിസിലാണ് കൊടുക്കേണ്ടത്. മെഷീൻ കപ്പ് കൊണ്ട് 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാലും മതി. വെള്ളം കൂടുതലായി പോയാൽ നമുക്ക് ഇനിയും ഒരുപാട് നേരം ഇട്ട് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കറക്റ്റ് വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കഷ്ണത്തിൻ്റെ താഴെ മാത്രം വെള്ളം വെച്ച് 4 വിസിൽ കൊടുക്കുക. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കാളൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ മോര് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിയിട്ട് ഇങ്ങനെ തെറിക്കും. അപ്പോൾ അത് മുഴുവൻ പുറത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, അധികം വേവ് ആയിട്ടുമില്ല. നമ്മൾ ഇത് സാധാരണ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത്ര വെന്ത് കിട്ടൂല, അതുപോലെ ഒരുപാട് സമയം പിടിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് ഒരു 350 ml തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്ക് ഈ കറിക്ക് 500 ml ആണ് ചേർക്കേണ്ടത്. പക്ഷേ ഇതിവിടെ നല്ല പുളിയുള്ള മോരാണ്, ഭയങ്കര പുളിയാണ്. അതുകൊണ്ടാണ് ഞാൻ 350 ml ചേർത്ത് കൊടുത്തത്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനും പിരിഞ്ഞു പോവാതിരിക്കാനും ഇങ്ങനെ ഇത് ചെയ്യുന്നത് നല്ലതാണ്. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈര് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ട് ഈ കുറച്ച് നേരം ഈ അടുപ്പത്ത് കിടന്നിട്ട് ഇത് തിളക്കട്ടെ. തൈരും കഷ്ണങ്ങളും കൂടിയിട്ട് നന്നായിട്ട് തിളച്ചിട്ട് കട്ടിയായിട്ട് വന്നു തുടങ്ങിയിട്ട് ഇനി ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് ഒരു തള വന്ന ഉടനെ തന്നെ ഈ അരപ്പ് ചേർക്കാനായിട്ട് പാടില്ല. തൈര് എപ്പോഴും ഒന്ന് കഷ്ണത്തിൻ്റെ കൂടെ കിടന്നിട്ട് യോജിച്ചിട്ട് കുറച്ച് നേരം പിടിക്കും. അതൊരു 10 മിനിറ്റ് നേരെങ്കിലും വേവിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് പാടുള്ളൂ.
എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചോളൂ, കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് കട്ടിയാവുന്നത് വരെ ഇളക്കിയെടുക്കാം. ഒരുപാട് കട്ടിയാവണ്ട, ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഈ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കേണ്ടത്. ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഇല്ലേ എന്ന് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ കുറുക്ക് കാളൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് താളിച്ചെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളിത് താളിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചേക്കാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. കാളനൊക്കെ താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ മാത്രം താളിക്കുക. അതും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ എടുത്തോളൂ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോണത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. താളിച്ചെടുത്തത് എല്ലാം കൂടിയിട്ട് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓണം സ്പെഷ്യൽ കുറുക്ക് കാളൻ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്ന കാരണമാണ് ഞാനിന്ന് കുക്കറിൽ വേവിച്ചെടുത്തത്. കുക്കറിലിടാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ചേനയും നേന്ത്രക്കായും വേവിച്ചെടുത്ത് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെയാണ് നമ്മൾ സദ്യക്കൊക്കെ കാളൻ തയ്യാറാക്കണത്. ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. വീണ്ടും നല്ലൊരു ഓണവിഭവമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.